എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി അഡ്മിഷൻ 2024 കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടങ്ങിയോ? വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് അപേക്ഷിക്കാൻ സാധിക്കുക? അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിഗ്രി അഡ്മിഷൻ 2024 കേരളത്തിൽ പ്രധാനമായും 4 യൂണിവേഴ്സിറ്റികളാണ് ഡിഗ്രി അലോട്ട്മെൻറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി ക്ഷണിക്കുന്നത്. അതായത് ക്യാപ്പ്, അതായത് ഏകജാലക പ്രവേശന സമ്പ്രദായത്തിലൂടെ ഡിഗ്രി അഡ്മിഷൻ വിളിക്കുന്ന 4 യൂണിവേഴ്സിറ്റീസാണ് കേരളത്തിലുള്ളത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അഡ്മിഷൻ തുടങ്ങി, അതായത് അലോട്ട്മെൻറ്റ് ഇതിലേതെങ്കിലും യൂണിവേഴ്സിറ്റി വിളിച്ചോ എന്നാണ്. ഇതുവരെയും ഈ 4 യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ വിളിച്ചിട്ടില്ല. ഫറൂഖ് കോളേജ് മാത്രമാണ് അഡ്മിഷൻ വിളിച്ചിരിക്കുന്നത്. ഫറൂഖ് കോളേജ് കോഴിക്കോട് ജില്ലയിലാണ്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്നതാണ്. അവിടെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അലോട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും MG ആയാലും കാലിക്കറ്റ് ആയാലും ഏത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി, അതായത് UG ക്യാപ്പ് വഴിയാണ്, അത് നിങ്ങൾ +1 അലോട്ട്മെൻറ്റ് എങ്ങനെയാണോ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതും നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കണം. ശേഷം അക്കാദമിക് ഡീറ്റെയിൽസാണ്. അക്കാദമിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുന്നവരാണ്. നിങ്ങളുടെ അക്കാദമിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ +2 ഡീറ്റെയിൽസ് ശേഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ എന്താണ്, ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും, പേയ്മെൻറ്റ് സെക്ഷൻ വരും. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസാണ്, അത് SLC സർട്ടിഫിക്കറ്റിലെ പോലെയാണ് എഴുതേണ്ടത്. പിന്നെ അക്കാദമിക് ഡീറ്റെയിൽസ് ഉണ്ട്, അത് നിങ്ങളുടെ +2വിൻ്റെ ഡീറ്റെയിൽസാണ്. ശേഷം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, ഓപ്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. അതെല്ലാം ഒന്നിനും പുറം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, +1 ചെയ്ത അതേ മെത്തേഡ് തന്നെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. ഒരു ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം ആ ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്ഷൻ രജിസ്ട്രേഷനും ഓപ്ഷൻസും പേയ്മെൻറ്റും കാര്യങ്ങളും പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാദമിക് ഡീറ്റെയിൽസും ഒക്കെ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ തുടങ്ങിയ ചോദിച്ചിട്ട് നിലവിൽ ഇതുവരെ ഒരു യൂണിവേഴ്സിറ്റീസും അഡ്മിഷൻ വിളിച്ചിട്ടില്ല. ഫറൂഖ് കോളേജ് മാത്രമാണ് അലോട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ ഇതൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ 100 പേർ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം.